ഇപ്പൊ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നവരിൽ പലരും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾക്ക് ഇങ്ങനെ പുതുതായി വരുന്നവർ പറയുന്ന പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിയും. അവർ പറയുന്ന പലതും വാലിഡ് ആണെന്ന് തോന്നും. എന്നാൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ വളരെ സില്ലിയായും തോന്നും. ഈ അടുത്ത് അങ്ങനെ ഒരു യുവാവിന്റെ വീഡിയോ കണ്ടിരുന്നു. വിദേശത്ത് വന്ന് സ്വന്തമായി കുക്ക് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അയാൾ വീഡിയോയിൽ പറയുന്നത്. നാട്ടിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ഒരു അടുപ്പ് ലൈറ്റർ വെച്ച് കത്തിക്കുക എന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വിദേശത്ത് വന്ന് അതൊക്കെ ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിദേശത്തേക്ക് വരുന്നവർ നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മോശം അപ്ബ്രിങ്ങിങ് കൊണ്ടാണ്. എന്നാൽ ചിലതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. ഇങ്ങനെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. പൊതുവെ വിദേശികൾക്കിടയിൽ ഇന്ത്യക്കാർക്ക് മോശം പേരുണ്ടാക്കി തരുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. അതായത് ഇന്റർനെറ്റിലൂടെയൊക്കെ സ്പ്രെഡായി കിടക്കുന്ന രണ്ട് മോശം സ്റ്റീരിയോടൈപ്സ്. അതിലൊന്ന് ഇന്ത്യൻ ആണുങ്ങൾ പെണ്ണുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ഇത്തിരി ക്രീപ്പിയാണ് എന്നതാണ്. ബോബ് വജീൻ ജോക്സ് ഒക്കെ നിങ്ങളും ചിലപ്പോൾ കണ്ടു കാണും. രണ്ട് നമ്മുടെ സ്ട്രീറ്റ് ഫുഡും അവിടങ്ങളിലെ വൃത്തിയില്ലായ്മയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും നമ്മളെ അവർ കുറച്ച് ബയാസ്ഡ് ആയി നോക്കിക്കാണാൻ സാധ്യതയുണ്ട്. മൈനറായ പെൺകുട്ടികളോട്, അതായത് 14-15 വയസ്സുള്ള പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നുണ്ടോ, അവരുമായി ഓൺലൈൻ വഴി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ചില വിദേശ രാജ്യങ്ങളിൽ ഷാഡോ പോലീസ് ഉണ്ടാകും. ഇതൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ടാൽ ജീവിതം പിന്നീട് പരിതാപകരമായിരിക്കും. വയസ്സ് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെയുള്ള എക്സ്ക്യൂസ് വിലപ്പോയി എന്ന് വരില്ല. അതുകൊണ്ട് സ്ത്രീകളോട് മാക്സിമം മാന്യമായി പെരുമാറുക. വിദേശ വനിതകളെ കുറിച്ചുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് കണ്ട് അവരെ കുറിച്ചൊരു തെറ്റായ ഇമേജ് ഉണ്ടാക്കി അവരോട് ക്രീപ്പിയായി പെരുമാറാൻ നിന്നാൽ പണി കിട്ടും. നാട്ടിലെ പോലെ നമ്മളെ രക്ഷിച്ചെടുക്കാൻ ഇവിടെ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിനർത്ഥം വിദേശത്തുള്ള എല്ലാവരും പെർഫെക്റ്റ് ആണ് എന്നല്ല, ഫേക്ക് കേസുകൾ ഉണ്ടാകുന്നില്ല എന്നല്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം മാക്സിമം ക്ലീൻ ആക്കി വെക്കുക. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ പറ്റുന്ന മറ്റൊരു അബദ്ധം, ചില വിദേശ വനിതകൾ നമ്മളോട് വളരെയധികം ഫ്രണ്ട്ലി ആയി പെരുമാറിയേക്കാം. പക്ഷെ പലപ്പോഴും നല്ലൊരു ഫ്രണ്ട്, കൊളീഗ് എന്നതിലുപരി അവരൊന്നും ചിന്തിച്ചു കാണില്ല. എന്നാൽ ചില കേസുകളിൽ ചില ഇന്ത്യൻസ് അതിനെ മറ്റെന്തൊക്കെയോ ആയി കണ്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യവും മനസ്സിൽ വെക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം വൃത്തിയാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും ബേസിക് ആയ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ഒക്കെ പഠിക്കാതെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അതൊക്കെ പഠിപ്പിച്ചു തരാൻ ആരുമില്ല. എല്ലാ കാര്യങ്ങളും അവനവൻ തന്നെ ചെയ്യണം. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യൽ മുതൽ തറ തുടയ്ക്കൽ, പാത്രം കഴുകൽ എല്ലാ സമയാസമയം ചെയ്തില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒക്കെ സാധനങ്ങൾ അഴുക്ക് കയറി ബ്ലോക്ക് ആയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. നാട്ടിലെ പോലെയല്ല, ഇവിടെ അത്തരം ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഡിമാൻഡാണ്, നല്ല എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഇതൊന്നും ചെയ്ത് ശീലമില്ലാതെ പെട്ടെന്ന് ഇവിടെ വന്ന് എല്ലാം കൂടി ചെയ്യേണ്ടി വരുമ്പോൾ വല്ലാതെ പകച്ചു പോകും. ഇത് നാട്ടിൽ വളർത്തുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. നാട്ടിലെ ആൺകുട്ടികൾക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സംഗതിയുണ്ട്, അത് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് അല്ലാത്ത വേറൊരു ഭാഷ സംസാരിക്കുന്നിടത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തുടക്കകാലത്ത് അത് നിങ്ങൾക്ക് വലിയൊരു തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനിയിലേക്ക് വന്നാൽ ജർമ്മൻ ഭാഷ അറിയില്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ നല്ല പാടാണ്. അതുകൊണ്ട് ഏത് രാജ്യത്തേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഭാഷ കുറച്ചെങ്കിലും പഠിക്കേണ്ടി വരും. ആ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിലെ മിടുക്ക് കൂടുന്നതിനനുസരിച്ച് ജീവിതം കൂടുതൽ ഈസി ആകുമെന്നത് ഉറപ്പാണ്. പക്ഷേ കേരളം വിട്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സംഗതിയുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനുള്ള കഴിവും അത് മനസ്സിലാക്കാനുള്ള കഴിവുമാണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്ര പറഞ്ഞാലും കുറഞ്ഞു പോകില്ല. ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റിൽ ഒരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്. പലരും കരുതുന്നത് ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാണ്. പക്ഷെ അത് തീർച്ചയായും അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ്. എന്നാൽ സ്വിമ്മിംഗ് ആൻഡ് ഡ്രൈവിംഗ് ഒക്കെ പോലെ തന്നെ ചുമ്മാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആകില്ല. ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഗുലറായി ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു കൂട്ടം ആളുകളെ കണ്ടുപിടിക്കുക എന്നതാണ്. അവിടെയാണ് കാംബ്ലി നിങ്ങളെ സഹായിക്കുക. അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ട്യൂട്ടേഴ്സുമായി പ്രൈവറ്റ് ആൻഡ് ഗ്രൂപ്പ് ക്ലാസ്സസ് നൽകുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് കാംബ്ലി. നോൺ ജഡ്ജ്മെന്റൽ രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാംബ്ലിയിൽ ലഭിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടുള്ള കമന്റിലെ ലിങ്കിലൂടെ നിങ്ങൾക്ക് കാംബ്ലിയിൽ ജോയിൻ ചെയ്യാം. TMA27 എന്ന ഞങ്ങളുടെ കോഡ് ഉപയോഗിച്ചാൽ ഏത് 3 മന്ത് പ്ലാനിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ന്യൂ ഇയർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഓഫർ 2 ആഴ്ചത്തേക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താല്പര്യമുള്ളവർ കാംബ്ലിയിൽ ജോയിൻ ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലെ അടുത്ത പോയിന്റ്സിലേക്ക് പോകാം. ഇനി പറയാൻ പോകുന്നത് ഇവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മൾ നാട്ടിൽ ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട് വിദേശികളൊക്കെ ഇങ്ങനെയാണ്, നല്ല ജോളിയാണ്, ഹാപ്പിയാണ്, എപ്പോഴും പാർട്ടി മോഡാണ് എന്നൊക്കെ കരുതി യൂറോപ്പിലേക്ക് വന്നാൽ ചിലപ്പോൾ പണി കിട്ടും. യൂറോപ്പ് ഇത്തിരി ഡിഫറെന്റ് ആണ്. ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചർ ഉണ്ട്. അമേരിക്കയിൽ ഒന്ന്, ഇന്ത്യയിൽ വേറൊന്ന്, ജർമ്മനിയിൽ മറ്റൊന്ന്, അങ്ങനെ. ഉദാഹരണത്തിന് ജർമ്മൻസ് കുറച്ചധികം റിസർവ് ടൈപ്പ് ആളുകളാണ്. അമേരിക്കക്കാരെ പോലെയല്ല. മാത്രമല്ല മുഖത്തടിച്ചതുപോലെ കാര്യങ്ങൾ തുറന്നു പറയും, ഷുഗർ കോട്ട് ചെയ്ത് പറയാൻ നിൽക്കില്ല. ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തുടക്കത്തിൽ ഈ ഒരു പെരുമാറ്റം വലിയ ബുദ്ധിമുട്ടായി തോന്നാനിടയുണ്ട്. അതായത് ആകെ മൊത്തം കുറേയധികം ഇൻട്രോവേർട്സിനിടയിൽ പെട്ടതുപോലെ തോന്നിയേക്കാം. ഇൻട്രോവേർട്സിന് ചിലപ്പോൾ
കുറച്ച് കംഫർട്ടബിൾ ആയി തോന്നിയേക്കാം. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന അങ്ങനെയല്ലാത്തവർക്ക് ഇവരെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്ത് കുറച്ച് വിഷമം തോന്നാനിടയുണ്ട്. ചുമ്മാ ഒന്ന് ചിരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടരാണ് ജർമ്മൻസ്. അത് അവർ മോശമായതുകൊണ്ടല്ല, അതാണ് അവരുടെ കൾച്ചർ. എക്സെപ്ഷൻസ് ഇല്ലെന്നല്ല, പക്ഷെ പൊതുവെ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൾച്ചർ നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ സീനിയേഴ്സിന്റെ അടുത്തു നിന്നും കൂടെ പഠിക്കുന്നവരിൽ നിന്നും നിർലോഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കരുത്. നമ്മുടേത് ഒരു കളക്റ്റീവ് സൊസൈറ്റിയാണ്, ഇവരുടേത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അവനവൻ സ്വയം ചെയ്യുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതാണ് ഇവിടുത്തെ ഒരു രീതി. ഇന്ത്യൻ സ്റ്റുഡൻസ് സഹായിക്കാനുണ്ടാകും, പക്ഷെ ജർമ്മൻസിന്റെ അടുത്തു നിന്നും അത്ര സഹായം പ്രതീക്ഷിക്കരുത്. അവർ മുഖത്തടിച്ചതുപോലെ ഇത് എന്റെ പണിയല്ല, നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാലും തളരരുത്. അത് അവർ റൂഡായത് കൊണ്ടായിരിക്കണമെന്നില്ല, നമുക്കത് കേട്ട് ശീലമില്ലാത്തത് കൊണ്ടാണ്. യൂറോപ്പ്, അമേരിക്ക, കാനഡ ഈ രാജ്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഏറിയും കുറഞ്ഞും ഇങ്ങനെ തന്നെയായിരിക്കും. ഏഷ്യൻ രാജ്യങ്ങൾ നമ്മുടേതുപോലെയും. അവിടെ നമുക്ക് മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ള അധികാരമുണ്ട്. അടുത്തത് കാലാവസ്ഥയാണ്. അവിടെ ചെന്ന് ഞാൻ അത് എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും എന്ന് കരുതിയാണ് നമ്മളിൽ പലരും യൂറോപ്പിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കൊക്കെ വരിക. ഡിസംബറിൽ ഇവിടെ നല്ല തണുപ്പാണ് എന്ന് ഫോണിൽ പറയുമ്പോൾ നാട്ടിലുള്ളവർ പറയും അവിടെയും നല്ല തണുപ്പാണ് എന്ന്. അപ്പോഴാണ് മനസ്സിലാവുക യൂറോപ്പിലെ തണുപ്പിനെ കുറിച്ച് നാട്ടിലുള്ളവർക്ക് വലിയൊരു ധാരണയില്ല എന്ന്. മഞ്ഞൊക്കെ വീണിട്ടുള്ള ബിലോ 0 ഡിഗ്രി കാലാവസ്ഥയൊക്കെ ആദ്യമൊക്കെ രസമായി തോന്നും, പക്ഷെ പിന്നീട് ഇതൊന്ന് തീർന്ന് സമ്മർ ആയാൽ മതി എന്ന് കൊതിച്ചിരിക്കും. വിന്റർ, തണുപ്പ്, ഇരുട്ട്, ആകെ മൊത്തം വരണ്ട കളറ്, അങ്ങനെ മെലങ്കോളിക് ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് യൂറോപ്പിൽ കുറേ സമയം. ആ സമയം അതിജീവിക്കാൻ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതൊന്നുമില്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ചിലർക്കെങ്കിലും ഇത് വലിയൊരു ബുദ്ധിമുട്ടാകും. ഒറ്റയ്ക്കല്ലെങ്കിലും ചിലരെ ഇത് നെഗറ്റീവായി ബാധിക്കാറുണ്ട്. പക്ഷെ കാലാവസ്ഥ ഏറ്റവും ഭീകരമായി അനുഭവപ്പെടുക ഒറ്റയ്ക്കാകുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ഈ കാലാവസ്ഥയെക്കുറിച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി മാനസികമായി പ്രിപ്പയർ ചെയ്തു വരിക. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം, കുറച്ചൊക്കെ സെറ്റിൽഡ് ആയതിനു ശേഷം വരുന്ന വലിയൊരു ഡിലേമയാണ്. വിദേശത്ത് തന്നെ ജീവിച്ചു തീർക്കണോ അതോ നാട്ടിൽ പോയി സെറ്റിൽ ആകണോ എന്ന് വലിയൊരു ആശയക്കുഴപ്പം. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സില്ലി പ്രശ്നമായി തോന്നാം. എന്നാൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യാത്ത വെസ്റ്റിലെ NRIs വളരെ റെയർ ആണെന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ നാട്ടിൽ പോയി സെറ്റിൽ ആകാനായിരിക്കും പലർക്കും ആഗ്രഹം. പക്ഷേ ജോലി, കുട്ടികൾ ഇവിടുത്തെ രീതിയിൽ സെറ്റായത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ തന്നെ തുടരേണ്ടി വരും. NRIs നാട്ടിൽ വലിയ വീടൊക്കെ വെച്ച് അതങ്ങനെ അനാഥമായി കിടക്കുന്നതൊക്കെ ഈ ഒരു ഡിലേമ ഒരിക്കലും റിസോൾവ് ചെയ്യാത്തതിന്റെ റിസൾട്ട്സ് ആണ്. അപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വരുന്നവർ ഇവഞ്ച്വലി ഇങ്ങനെ നാടിന്റെ നൊസ്റ്റാൾജി അടിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരും എന്നതിനെ കുറിച്ചും അവെയർ ആയിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയി തോന്നിയത്. പുറത്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.